വന്നല്ലോ മാറണം. ഇത് അച്യുതാനന്ദന്റെ രോഗം ഒരു ഞരമ്പ് രോഗമാണ്. പട്ടി തെണ്ടി ചെറ്റെ നായിന്റെ മോനെ. ഇത് അച്യുതാനന്ദന്റെ രോഗം ഒരു ഞരമ്പ് രോഗമാണ്. കാരണം അതിന് കാമപ്രാന്തം എന്ന് പറയും. പുലയാടി മോനെ. കാരണം അതൊരു പ്രായം കഴിഞ്ഞാൽ ഒരു പ്രായം കഴിഞ്ഞാൽ പറ്റാത്ത കാര്യങ്ങളെ ഓർത്ത് ഒരു വിഷമമുണ്ട്. പിന്നെ അതിനെക്കുറിച്ച് മാത്രമായിരിക്കും സംസാരം. എന്റെ കയ്യിൽ അവനെ കിട്ടിയേ ഞാൻ അവനെ അരിഞ്ഞു മുളകിട്ട് അങ്ങനെ തിന്നിടോ. ധീര സേനാനിയായിരുന്നു അദ്ദേഹം. എല്ലാ യുദ്ധങ്ങളുടെയും മുൻനിരയിൽ നിന്നൊരു സേനാനിയാണ്. അതുകൊണ്ട് ആ സേനാനിയെ പറ്റി ഓർക്കുമ്പോൾ എല്ലാവർക്കും വലിയ ആവേശമാണ്. ആഞ്ജനേയ സ്വാമി. ആ വേർപാടിൽ ആൾക്കാർക്ക് ആവേശത്തോടെ മനസ്സിൽ സൂക്ഷിച്ചിരുന്നൊരു നേതാവിൻ്റെ വേർപാടെന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ച് ഏറ്റവും വിഷമം ഉണ്ടാക്കുന്നതാണ്. അത് ഇത്രയും ജനങ്ങളുടെ ഒരു പ്രവാഹം കാണുമ്പോൾ നമുക്കതിൽ മനസ്സിലാക്കാം. പൊതുജനങ്ങൾക്കും ഒരു ആവേശമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, പാർട്ടി രാഷ്ട്രീയം നോക്കിയിട്ടല്ല, കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും അദ്ദേഹത്തിന്റെ പോരാട്ടങ്ങൾ ഒരു ആവേശമായിരുന്നു. സമ്മതിച്ചിരിക്കുന്നു കോട്ടപ്പള്ളി. ഈ കാര്യത്തിൽ താത്വികാചാരനായ എന്നെ താൻ കടത്തി വെട്ടി. നല്ല ബന്ധമായിരുന്നു എന്നോട്. ഞാൻ ഭരണപക്ഷത്ത് ഇരിക്കുമ്പോഴും വനമന്ത്രി ആയിരിക്കുമ്പോഴൊക്കെ ഞാൻ അദ്ദേഹത്തിന്റെ എതിർചേരിയിലാണെങ്കിലും എന്നോട് ഈ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ നല്ല വനംവകുപ്പിന്റെ നടത്തിപ്പിൽ വലിയ യോജിപ്പായിരുന്നു. രാമദാസ മോനെ, നീ പറയുന്നത് നീ എത്ര പുളു വേണമെങ്കിലും അടിച്ചോ, പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം. എനിക്ക് വായി തോന്നുന്ന ഞാൻ പറയും. ആ ഒരു സ്നേഹം എന്നോടൊരു സഹകരിച്ചു പോകുന്നുണ്ട്. ചെയ്തതിൽ തെറ്റില്ല എന്ന നിലപാടുണ്ടായിരുന്നു അദ്ദേഹം. ചെയ്യുന്ന കാര്യങ്ങളിൽ തെറ്റില്ല എന്നുള്ള നിലപാട് പലപ്പോഴും അദ്ദേഹം എന്നോട് തന്നെ നിയമസഭയിൽ വെച്ച് പറഞ്ഞു. ഉളുപ്പുണ്ടടാ ചക്കണക്ക്. അച്യുതാനന്ദന്റെ രോഗം ഒരു ഞരമ്പ് രോഗമാണ്. കാരണം അതിന് കാമപ്രാന്തം എന്ന് പറയും. കാരണം അതൊരു പ്രായം കഴിഞ്ഞാൽ ഒരു പ്രായം കഴിഞ്ഞാൽ പറ്റാത്ത കാര്യങ്ങളെ ഓർത്ത് ഒരു വിഷമമുണ്ട്. പിന്നെ അതിനെക്കുറിച്ച് മാത്രമായിരിക്കും സംസാരം. നീ വരുന്നുണ്ടെങ്കിൽ വാ. ഇനി ഇവിടെ ഞാൻ ചിലപ്പോൾ ഒരു മൃഗമായിട്ട്